ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2007 ജാനുവരി 1-ാം തീയതി ഇന്തോനേഷ്യയിലെ ബഡ്ജറ്റ് എയർലൈനായ ആഡം എയർ ഫ്ലൈറ്റ് നമ്പർ 574 ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കാറ്റിലും മഴയിലും വളരെ പെട്ടെന്ന് കാണാതാവുകയുണ്ടായി. ATC റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ATCക്ക് മനസ്സിലായില്ല. കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന പൈലറ്റ്സ് ആയിരുന്നു, എന്നാൽ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് കാണാതാവുകയായിരുന്നു. 11 ദിവസം നീണ്ട തിരച്ചിലിനിടയ്ക്കാണ് എയർക്രാഫ്റ്റിനെ കണ്ടെത്താൻ സാധിച്ചത്. എങ്കിൽ പോലും ഒരാളെ പോലും ആ എയർക്രാഫ്റ്റിൽ നിന്നും ജീവനോടെ കണ്ടെത്താൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സാധിച്ചില്ല. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇന്നത്തെ വീഡിയോ ഇന്തോനേഷ്യൻ ബഡ്ജറ്റ് എയർലൈനായ ആഡം എയർ 574ന്റെ വിമാന അപകടത്തെ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാം. 2002 ബഡ്ജറ്റ് എയർലൈനായ ആഡം എയർ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2006 ആയപ്പോഴേക്കും ഏകദേശം 25 ബോയിങ് 737 വിമാനങ്ങളിലേക്ക് വളരാൻ വേണ്ടി ഇവർക്ക് സാധിച്ചു. കാരണം ഈ സമയത്ത് ഇന്തോനേഷ്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുതന്നെയായിരുന്നു ആഡം എയറിൻ്റെ വളർച്ചയ്ക്കും കാരണമായത്. ആഡം എയർ 574 ഒരു റുട്ടീൻ ഫ്ലൈറ്റ് ആയിരുന്നു. സുറബായിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് സുലവേസി എന്ന ഐലൻഡിലാണ്. മറ്റൊരു പ്രത്യേകത ന്യൂ ഇയർ ഫ്ലൈറ്റ് ആണ് എന്നുള്ളതാണ്. 18 വർഷം പഴക്കമുള്ള ബോയിങ് 737-400 എയർക്രാഫ്റ്റ് ആണ് അന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ അനിമേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 737-600 എയർക്രാഫ്റ്റ് ആണ്. അന്നത്തെ ക്യാപ്റ്റൻ 47 വയസ്സുള്ള വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു പൈലറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് ഏകദേശം 13,000 മണിക്കൂർ ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫീസർ ആകട്ടെ 4,200 മണിക്കൂർ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്ത പൈലറ്റാണ്. 4 ക്യാബിൻ ക്രൂ മെമ്പേഴ്സും 96 യാത്രക്കാരുമാണ് അന്ന് ഈ എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആകെ എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്ന 102 യാത്രക്കാരാണ്. അങ്ങനെ എയർക്രാഫ്റ്റ് 574 ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആവുകയാണ്. എയർക്രാഫ്റ്റിൽ എല്ലാ പാസഞ്ചേഴ്സും ബോർഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആയിട്ടുള്ള എയർക്രാഫ്റ്റിൽ ഒരു ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ടായിരുന്നു. അത് ഒരുപാട് നാളുകളായിട്ട് ഈ എയർക്രാഫ്റ്റിലുള്ള ഒരു ടെക്നിക്കൽ ഫോൾട്ട് തന്നെയാണ്. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു എയർക്രാഫ്റ്റിൻ്റെ ഇനേർഷ്യൽ റെഫറൻസ് സിസ്റ്റം അഥവാ IRS എന്ന സിസ്റ്റമായിരുന്നു പ്രശ്നം. ഈ IRS എന്ന് പറയുന്നത് 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. ഈ 2 പൈലറ്റ്സിനും ഇതുള്ളതാണ്. ഇത് മെഷർ ചെയ്യുന്നത് പിച്ച്, റോൾ, യോ മൂവ്മെൻ്റ് ആണ്. അതുകൂടാതെ എയർക്രാഫ്റ്റിൻ്റെ ആക്സിലറേഷൻ, ഹെഡിങ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നിങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സാണ് ഈ സിസ്റ്റത്തിൽ അവർ മെഷർ ചെയ്യുന്നത്. എന്നാൽ ഈ സിസ്റ്റത്തിന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നവും എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇത് പൈലറ്റ്സ് മാസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മെയിൻ്റനൻസിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ആഡം എയർ 574 ഡിപ്പാർച്ചറിന് റെഡിയായി റൺവേയിലെത്തി. റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ച ഉടനെ തന്നെ ഇവർ ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്യുന്നത് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്കാണ്. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രശ്നം പൈലറ്റ്സിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ പൈലറ്റ്സിൻ്റെ ഒന്ന് ഫസ്റ്റ് ഓഫീസറിൻ്റെയും ഒന്ന് ക്യാപ്റ്റൻ്റെയും സൈഡിലുള്ള 2 ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എയർക്രാഫ്റ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിരുന്നു ഇതിൽ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റയും ഒരു സിസ്റ്റം റോങ് ആയിട്ടുള്ള ഡേറ്റയും ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഏത് സിസ്റ്റമാണ് റൈറ്റ് ആയിട്ടുള്ള ഡേറ്റ കാണിക്കുന്നതെന്നും ഏത് സിസ്റ്റത്തിലാണ് തെറ്റായിട്ടുള്ള ഡേറ്റ ഉള്ളത് എന്നും പൈലറ്റ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവർ ആദ്യം ട്രൈ ചെയ്തത് ഇതിലേത് ഡേറ്റയാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പൈലറ്റ് ആദ്യം ചെയ്തത് ATCയെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ATC കോൺടാക്ട് ചെയ്തുകൊണ്ട് പൈലറ്റ് ആദ്യം ഇവരോട് ചോദിച്ചത് അവരുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ATC പറഞ്ഞതനുസരിച്ച് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഏകദേശം 28 നോട്ടിക്കൽ മൈൽ ഡിഫറൻസ് ആണ് സിസ്റ്റം തമ്മിൽ കാണിക്കുന്നത്. അങ്ങനെ അവർ അതനുസരിച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്താണ് മറ്റൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. ഓട്ടോ പൈലറ്റ് ഓൾറെഡി തെറ്റായിട്ടുള്ള ഡേറ്റ ഫോളോ ചെയ്തുകൊണ്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റ് റോങ് ആയിട്ടുള്ള ഡേറ്റ ഫോളോ ചെയ്തുകൊണ്ട് റോങ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ATC ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ തന്നെയും അവരത് കോക്പിറ്റിലോട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ചതുമില്ല. അങ്ങനെ ഇവർ ATC ഈ എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർക്രാഫ്റ്റ് റോങ് ആയിട്ടുള്ള പാത്തിലൂടെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ അടുത്തുകൂടെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ്സ് എല്ലാം മറ്റുള്ള എയർക്രാഫ്റ്റ് എല്ലാം തന്നെ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. കാരണം ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് വരുന്ന പാത്തിൽ വളരെയധികം കനത്ത മഴയും ഇടിമിന്നലും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് പല എയർക്രാഫ്റ്റും ATC ഡൈവേർട്ട് ചെയ്യുകയാണ്. എന്നാൽ തങ്ങളുടെ പൊസിഷൻ ഏതാണ് എന്ന് അപ്പോഴും പൈലറ്റ്സിന് കണക്കാക്കാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീടും അവർ ATCയെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവർ വീണ്ടും തങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് ATCയോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ATC പിന്നീടും പൈലറ്റ്സിന് അവരുടെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വീണ്ടും എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2 IRS സിസ്റ്റംസും ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈലറ്റ്സ് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ ഏത് സിസ്റ്റമാണ് റോങ് ആയിട്ട് ഡേറ്റ നൽകുന്നത് എന്ന് അപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല.
അങ്ങനെ ATC കറക്റ്റായിട്ട് പൊസിഷൻ പറഞ്ഞു കൊടുത്തത് അനുസരിച്ചിട്ട് ഇവർക്ക് ഏത് സിസ്റ്റമാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് അവർ ചെയ്തു എന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടെത്താൻ സാധിച്ചില്ല. പൈലറ്റ് ആദ്യം തീരുമാനിച്ചത് ഫസ്റ്റ് ഓഫീസറിന്റെ സൈഡിലുള്ള IRS സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് അവരുടെ മാനുവൽ എടുത്ത് പരിശോധിക്കുകയാണ്. കാരണം ഇത് ബൈഹാർട്ടായിട്ട് ഇവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊസീജിയർ അല്ല, ഇവർക്ക് മാനുവൽ നോക്കി വെരിഫൈ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒന്ന് തന്നെയാണ്. അങ്ങനെ ഈ IRS എന്ന് പറയുന്ന സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് ഇവർക്ക് നോക്കേണ്ടതുണ്ട്. അതുകൂടാതെ അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന പല സിസ്റ്റംസും ഓഫായി പോകാനുള്ള സാധ്യതയുമുണ്ട്, ഓട്ടോ പൈലറ്റ് ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ടായിരുന്നു മാനുവൽ എടുത്ത് പരിശോധിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം മാനുവൽ എടുത്ത് പരിശോധിക്കുകയും കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ കണ്ടുപിടിക്കുകയും ചെയ്തു. IRS സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഡ് സെലക്ടറിനെ നാവിഗേഷൻ എന്ന മോഡിൽ നിന്നും ആറ്റിറ്റ്യൂഡ് എന്ന മോഡിലേക്ക് മാറ്റി എയർക്രാഫ്റ്റ് സ്റ്റഡി ആയിട്ട് ഒരു 30 സെക്കൻഡ് ഫ്ലൈ ചെയ്യണം, സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് വരെ. ഈ സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് ആവുകയും ചെയ്യും. 30 സെക്കൻഡുകൾക്ക് ശേഷം എല്ലാ സിസ്റ്റവും തിരിച്ചു വർക്ക് ചെയ്യും, ഹെഡിങ് ഫംഗ്ഷൻ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് കറക്റ്റായിട്ടുള്ള ഹെഡിങ് പിന്നീട് മാനുവലായിട്ട് ഫീഡ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഓഫീസർ തൻ്റെ സൈഡിലുള്ള IRS സിസ്റ്റം ആയിരുന്നു ആദ്യം ട്രബിൾ ഷൂട്ട് ചെയ്തത്. എന്നാൽ ഈ സമയത്ത് ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആവുകയും ചെയ്തു. ഈ വാർണിംഗ് കോക്പിറ്റിൽ വന്നെങ്കിൽ പോലും ഒരുപാട് വാർണിംഗ്സ് ആ സമയത്ത് കോക്പിറ്റിൽ വന്നതുകൊണ്ട് ഇതിവർ അത്ര ശ്രദ്ധിക്കാനും പോയില്ല. അതുമാത്രമല്ല ഈ വാർണിംഗ് അവർ സൈലൻസ് ആക്കി വെക്കുകയും ചെയ്തു, സൈലൻസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ എയർക്രാഫ്റ്റിനകത്ത് ഈ 2 പൈലറ്റ്സിനും അറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, മറ്റൊരു ടെക്നിക്കൽ ഫോൾട്ട് കൂടെ ഉണ്ടായിരുന്നു. എയർക്രാഫ്റ്റിന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു ആദ്യമേ മുതൽ, ടേക്ക് ഓഫ് ചെയ്തത് മുതൽ. എന്നാൽ ഇത് ഓട്ടോ പൈലറ്റ് എൻഗേജ് ആയതുകൊണ്ട് തന്നെ ഓട്ടോ പൈലറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു എയർക്രാഫ്റ്റിനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഫോൾട്ട് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എയിലറോൺസിൻ്റെ ഒരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ടായിരുന്നു. അത് 2 പൈലറ്റ്സിനും അറിയുമായിരുന്നില്ല. എന്നാൽ ഇവിടെ ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയി പോവുകയും എയർക്രാഫ്റ്റ് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് എയർക്രാഫ്റ്റ് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും പൈലറ്റ്സിന് മനസ്സിലായതേ ഇല്ല. കാരണം അവരെപ്പോഴും ഈ IRS എന്ന് പറയുന്ന സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെയും തിരക്കിലായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് വലതുവശത്തേക്ക് ഏകദേശം 35 ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയമായപ്പോഴേക്കുമാണ് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് ബാങ്ക് ആംഗിൾ എന്ന് പറയുന്ന ഒരു വാർണിംഗ് വരാൻ തുടങ്ങിയത്. ഈ വാർണിംഗ് വന്ന സമയത്താണ് പൈലറ്റ്സ് 2 പേരും എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയ കാര്യം പോലും ആ സമയത്ത് പൈലറ്റ് മനസ്സിലാക്കിയിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഓട്ടോ പൈലറ്റാണ് അപ്പോഴും എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ഓട്ടോ പൈലറ്റ് ഓൾറെഡി ഡിസെൻഗേജ് ആവുകയും എയർക്രാഫ്റ്റ് വലതുവശത്തേക്ക് ക്രമാതീതമായി തിരിഞ്ഞ് ഫ്ലൈ ചെയ്യുകയുമായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് ഏകദേശം 100 ഡിഗ്രി ബാങ്ക് ആംഗിളിൽ എത്തിയിരുന്നു ആ സമയത്ത്. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് തല കീഴായി ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. തല കീഴായി ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റിന് യാതൊരു രീതിയിലും എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹം ഈ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ ലിവർ സ്വന്തമാക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിന് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എയർക്രാഫ്റ്റ് ആ സമയത്ത് ക്രമാതീതമായ, അതായത് എയർക്രാഫ്റ്റിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതിലും കൂടുതൽ ശക്തിയിലായിരുന്നു താഴേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് താഴേക്ക് വന്ന എയർക്രാഫ്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആകാശത്ത് വെച്ച് തന്നെ എയർക്രാഫ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എയർക്രാഫ്റ്റിൽ നിന്ന് വേർപെട്ട് പോവുകയുണ്ടായി. അതിന് തൊട്ട് പുറകെ എയർക്രാഫ്റ്റ് ആകാശത്ത് വെച്ച് തന്നെ ചിന്നിച്ചിതറുകയും വളരെ പെട്ടെന്ന് താഴെയുള്ള കടലിലേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു. ഏകദേശം 9000 അടി ഉയരത്തിലേക്ക് എയർക്രാഫ്റ്റ് ഡൈവ് ചെയ്ത് വന്ന സമയത്തായിരുന്നു എയർക്രാഫ്റ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് എല്ലാം തന്നെ പ്രവർത്തനം നിലച്ചത്. താഴെ കടലിൽ വന്ന് പതിച്ച് എയർക്രാഫ്റ്റിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. അതുമാത്രമല്ല ഈ എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിച്ചതെന്ന് ATCക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം 15 മുതൽ 20 മിനിറ്റോളം എടുക്കുകയും ചെയ്തു. റഡാറിൽ നിന്നും എയർക്രാഫ്റ്റ് അപ്രത്യക്ഷമായ ഉടനെ തന്നെ ATCക്ക് മനസ്സിലായി എയർക്രാഫ്റ്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം എയർക്രാഫ്റ്റ് ഓൾറെഡി അവർക്ക് അസൈൻ ചെയ്തിരുന്ന പാത്തിലായിരുന്നില്ല ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെ ഡിപ്ലോയ് ചെയ്യുകയാണ് ATC ചെയ്തത്. അങ്ങനെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം പുറപ്പെട്ടെങ്കിൽ പോലും ഇത് എവിടെയാണ് എയർക്രാഫ്റ്റ് കാണാതായത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നീണ്ട 11 ദിവസങ്ങളുടെ തിരച്ചിലിനൊടുവിലാണ് എയർക്രാഫ്റ്റിൻ്റെ ചില അവശിഷ്ടങ്ങൾ, അതും മീൻ പിടിക്കാൻ പോയ ചിലരാണ് ഇത് കണ്ടെത്തുകയും ഇത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അറിയിക്കുകയും ചെയ്തത്. ഈ എയർക്രാഫ്റ്റിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ കണ്ടെത്തിയെങ്കിൽ പോലും പിന്നീടുള്ള തിരച്ചിലിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ വേണ്ടി ഇന്തോനേഷ്യൻ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. കാരണം ആഡം എയർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എയർലൈൻ ആയിരുന്നു. എന്നാൽ ഈ എയർലൈൻ തന്നെ പണം കൊടുത്തുകൊണ്ട് സെർച്ച് നടത്തണമെന്നായിരുന്നു ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്.
എന്നാൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സെർച്ച് ചെയ്തു കൊള്ളാനായിരുന്നു ആഡം എയറും പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കൺഫ്യൂഷൻ മാസങ്ങളോളം തുടരുകയും ഏകദേശം ഓഗസ്റ്റ് പകുതിയോടുകൂടിയാണ് സെർച്ച് ആരംഭിക്കുന്നത്. ഈ സമയമായപ്പോഴേക്കും എയർക്രാഫ്റ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് ഏകദേശം 2000 മീറ്റർ താഴെയായിട്ടായിരുന്നു കിടന്നിരുന്നത്. അത് എടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പണമാണ് ആഡം എയർ ആ സമയത്ത് നൽകിയത്. കാരണം പല ഭാഗത്തു നിന്നുള്ള പ്രഷർ കാരണം എന്താണ് ഈ എയർക്രാഫ്റ്റിന് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കണമായിരുന്നു. കോക്പിറ്റ് വോയിസ് റെക്കോർഡ് പരിശോധിച്ച സമയത്താണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏത് IRS സിസ്റ്റം ആയിരുന്നു ഫോൾട്ട് ഉണ്ടായിരുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പൈലറ്റ്സിന് കഴിഞ്ഞിരുന്നില്ല എന്നത്. അതുമാത്രമല്ല, ഇത് ട്രബിൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയി പോയ കാര്യം പോലും അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതിനെല്ലാം തന്നെ കാരണം ഈ IRS സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിലായിരുന്നു അവർ ശ്രദ്ധ മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടായിരുന്നു എയർക്രാഫ്റ്റിൽ ബാക്കി നടക്കുന്ന എയർക്രാഫ്റ്റ് വലത്തോട്ട് തിരിഞ്ഞ് ഫ്ലൈ ചെയ്തിട്ട് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്. അതുകൂടാതെ ATCയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 3 പ്രാവശ്യം പൈലറ്റ് വിളിച്ച് തങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് എന്തുകൊണ്ട് ATC ഇവരോട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത് എന്ന് പോലും ATC അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൂടാതെ മെയിൻ്റനൻസ് ടീമിൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഇവർ ഒരിക്കൽ പോലും മെയിൻ്റനൻസ് ടീമിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിരുന്നില്ല. ഈ സമയത്ത് ഇന്തോനേഷ്യയുടെ എയർ സേഫ്റ്റിയും ഒട്ടും നന്നായിരുന്നില്ല. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന സമയമായിരുന്നു അത്. അതുമാത്രമല്ല, ഒരിക്കലും എയർ സേഫ്റ്റിക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെയായിരുന്നു ഇന്തോനേഷ്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് 2007-ലും 2008-ലും ആഡം എയറിന് അപകടങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ അപകടങ്ങളെല്ലാം തുടർന്ന് 2008-ൽ ഇന്തോനേഷ്യയിലെ DGCA അവരുടെ ഓപ്പറേറ്റിംഗ് പെർമിറ്റ് തന്നെ സസ്പെൻഡ് ചെയ്തു ആദ്യം. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം തന്നെ മികച്ചതല്ല, അതുപോലെ പൈലറ്റ്സിന് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് കൊടുത്തിരുന്നില്ല എന്നീ കാരണങ്ങളെ തുടർന്ന് അവരുടെ ഓപ്പറേറ്റർ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ എയർക്രാഫ്റ്റിനകത്ത് ഈ പൈലറ്റ്സിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയ അപകടം ഉണ്ടായതും ഈ എയർക്രാഫ്റ്റിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും അന്ന് മരണപ്പെട്ടതും. അപ്പോൾ ഇതായിരുന്നു ആഡം എയർ 574 എന്ന വിമാന അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.